കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള തത്സമയ വാർത്തകൾ വിശേഷങ്ങളുമായി കലകലാരവം വീണ്ടും ആരംഭിക്കുകയാണ്. വീണ്ടും ചേരുകയാണ് നമ്മൾ കലോത്സവ വേദിയിൽ തന്നെ. നമ്മളിപ്പോൾ ഉള്ളത് വേദി 7, വേദി 8 ഈ രണ്ട് വേദിയിൽ നിന്നാണ്. ഒരിടത്ത് മോണാക്ട് നടക്കുന്നു, ഒരിടത്ത് ദേശഭക്തി ഗാനം നടക്കുന്നു. അങ്ങനെ ഈ കലോത്സവം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെ അവസാനിക്കും കലോത്സവം. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. എന്നാലും നമുക്ക് അതിന്റെ ഒരു അപ്ഡേഷൻ ചോദിച്ച ശേഷം നമുക്ക് ലൈവ് പെർഫോമൻസിലേക്ക് പോകണം. ദേശഭക്തി ഗാനം ടീം എം ജി വിതിൻ ചേരുന്നുണ്ട്. വിതിൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു പോയിന്റ് പട്ടിക എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ? നിലവിൽ കണ്ണൂർ ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. ഒരു അപരാജിത കുതിപ്പ് തുടരുന്നു എന്ന് തന്നെയാണ്. 694 പോയിന്റുമായാണ് ബഹുദൂരം മുന്നിലേക്ക് കണ്ണൂർ പോകുന്നത്. രണ്ടാം സ്ഥാനത്ത് പാലക്കാട് 683 പോയിന്റുമായി തൊട്ടു പിന്നാലെയുണ്ട്. കോഴിക്കോടും അതേ പോയിന്റുമായി, അതായത് കോഴിക്കോടും പാലക്കാട് നമ്മൾ ഇന്ന് രാവിലെ കണ്ടതുപോലെ തന്നെ ഒരേ പോയിന്റ് രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ കണ്ണൂരിനെ മറികടക്കാൻ ഈ ജില്ലകൾക്ക് സാധിക്കുന്നില്ല. ഒപ്പം തന്നെ തൃശൂർ 666 പോയിന്റുമായി 4ാം സ്ഥാനത്തും ആതിഥേയരായിട്ടുള്ള കൊല്ലം 656 പോയിന്റുമായി 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി നിരവധി ഇനങ്ങൾ ഇനി മത്സരിക്കാനുണ്ട്. നിരവധി മത്സരങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ട്. രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം ഒത്തിരിയധികം മത്സരാർത്ഥികളുണ്ട്. നാടകമടക്കമുള്ള ഗ്രാമർ ഇനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതാണ് പോയിന്റ് നിലയനുസരിച്ച് ജില്ലകൾ തമ്മിലുള്ള പോരാട്ടം കനക്കുകയാണ്. ഓക്കെ, ഏതാണ്ട് നമുക്ക് ഒരു ദേശഭക്തി ഗാനത്തിലേക്ക് പോയിട്ട് വരാമെന്ന് തോന്നുന്നു. ദേശഭക്തി ഗാനത്തിന്റെ മത്സരം അത് തൊട്ടു മുമ്പ് പൂർത്തിയായതേ ഉള്ളൂ. ഒരു ടീം ഇപ്പോൾ നമുക്കായി തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. ഒരേ വേഷമൊക്കെ അടിച്ച് അടിച്ചുപൊളി നിൽക്കുകയാണല്ലോ. ഏത് സ്കൂളാണ്? കാണിക്കമാത എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ അറിയാം? സ്ഥലവും ജില്ലയൊക്കെ പറയാം. പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ കാണിക്കമാത സ്കൂളാണല്ലേ. ദേശഭക്തി ഗാനായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം. ഇവിടെ ആരാണ് ഹൈസ്കൂൾ? എസ് പറഞ്ഞല്ലോ. ഹൈസ്കൂൾ വിഭാഗം. യെസ്. അപ്പൊ അവിടെ അല്ല, ഹയർ സെക്കൻഡറി. ശരി, എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിപാടിയായിരുന്നു. മറ്റു മത്സരാർത്ഥികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളല്ല ഓപ്പോസിറ്റ്. ഓക്കെ, ഇതില് അസലായി തന്നെ നിങ്ങൾ പാടില്ലേ? നമുക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പം മൈക്ക് തരട്ടെ. സെന്ററിൽ പിടിക്കല്ലേ? ഓക്കെ, തുടങ്ങാം. വന്ദേ മാതര ഭാരതം, വന്ദേ ജയ ജയ ഭാരതം, വന്ദേ പുണ്യഭുവനം, വന്ദേഹം മാതൃഭാരതം, വന്ദേഹം മാതൃഭാരതം. അലകടലുകൾ ഒരുമയോടെ ഉയരെ ഉയരെ കൈകൾ കോർക്കു നീ. ഭാരതം ഭാരതം ഹിമഗിരിയുടെ കൊടുമുടികളിൽ അരുണ കിരണമായി ഉദിക്കു നീ. ഭാരതം ഭാരതം ഗീത കുറിച്ച മണ്ണിൽ മുനിവേദമായ മണ്ണേ, ബാപ്പു പിറന്ന മണ്ണേ, ഇതിഹാസമായ മണ്ണേ, കൈകൾ കൂപ്പി ഞങ്ങൾ ചൊല്ലിടാം സാദരം വന്ദനം, സാദരം വന്ദനം. അസമിയ അസമിയ ഒറിയ ഒറിയ, പഞ്ചാബ് ബംഗാൾ കാശ്മീര കാശ്മീര, ദ്രാവിഡ ഭാഷ സിന്ധു ഗംഗ ഭാഷാഭൂഷണ ഭാരതമേ, മാനിഷാദ പാടി പുളകം വിതച്ച മണ്ണേ, പുളകം വിതച്ച മണ്ണേ, ഉപ്പുകുറുക്കിയ ദണ്ഡിക്കടപ്പുറം ഉച്ചത്തിൽ പാടുന്നു. Quit India.
അടിപൊളി അടിപൊളി. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് വന്നോ? വന്നു. എന്താ റിസൾട്ട് പറ ആദ്യം. ആ എ ഗ്രേഡ് ഉണ്ടായിട്ടാണോ ഇത്ര സൈലന്റ് ആയിട്ട് നിന്നത്? ഓക്കെ. അപ്പൊ അത് ടീച്ചർ ബാക്കി എന്ന് പറയുന്നു, ഊർജ്ജത്തിൽ പറയാൻ, എനർജി പറയാൻ. അപ്പോൾ എന്താണല്ലേ ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന്? കഥകളിയായിട്ട് എന്താ ബന്ധം? ഒരു റെസിറ്റേഷനായിട്ട് എന്താ ബന്ധം? ഞാൻ പേരെന്താ? സ്നേഹ. സ്നേഹ കഥകളിയിൽ എ ഗ്രേഡ് നേടി. കഥകളിയിൽ എ ഗ്രേഡ് നേടി. അപ്പോൾ ദേശഭക്തി ഗാനത്തിലും എ ഗ്രേഡ്, 2 എ ഗ്രേഡ്. റെസിറ്റേഷൻ ആരോ ചെയ്തല്ലോ. പേരെന്താ? ദ്വിതിക്ക് റിസൾട്ട് എന്തായിരുന്നു? എ ഗ്രേഡ് ആയിരുന്നു. എ ഗ്രേഡ് ആയിരുന്നു. അപ്പൊ 2 പേര് 2 എ ഗ്രേഡുമായിട്ടാണ് വീട്ടിൽ പോകുന്നത് അല്ലെ? കാണിക്കാൻ മാത്രമേ ഒരുപാട് ഇവന്റ് ഉണ്ടായിരുന്നോ? എല്ലാത്തിനും അത്യാവശ്യം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ശരി. അപ്പോൾ ഇവർക്ക് ഇവരുടെ അധ്യാപകൻ ആരായിരുന്നു? വിഷ്ണുദാസ് സാറിന് എന്തോ നൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടോ? ഉണ്ട്. ഇവർക്ക് യൂണിവേഴ്സിറ്റിന് മുമ്പിലൂടെ എന്തോ ഒരു വിഷ്ണുദാസ് സാറിന് എന്തോ ചെയ്യാനുള്ളത്. ഒന്ന് ക്ഷണിക്കാം. വാ, കമോൺ. വിഷ്ണുദാസ് നമുക്ക് അറിയാം, റിയാലിറ്റി ഷോയിലൊക്കെ വഴി അത്യാവശ്യം പ്രഗത്ഭനാണ് അല്ലേ? നല്ലൊരു പാട്ടുകാരനാണ്. അതെ, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ ഒരു പരിശീലനമൊക്കെ? കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് വളരെ നല്ല രീതിയിൽ അവര് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം. സബ് ജില്ല എത്രയോ നിരവധി മക്കള് സബ് ജില്ലയും ജില്ലയും ഒക്കെ താണ്ടിയാണ് ഈ ഒരു സ്വപ്നവേദിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് വേണ്ട എല്ലാം എങ്ങനെ ഒരു മൈക്ക് പൊസിഷൻ ചെയ്യണം, ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, ശ്രുതി എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വാമപ്പിംഗ് സെഷൻ അടക്കം കൊടുത്ത് സർവം ജഗദീശ്വരന്റെ മുന്നിൽ സമർപ്പിച്ച് അവരെ കൊണ്ട് മാക്സിമം അവർക്കാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നന്നായിട്ട് ചെയ്തു. പറയാതിരിക്കാൻ പറ്റില്ല, ആ മക്കളുടെ എഫേർട്ടും അത്ര കണ്ട് സൂപ്പർബായിരുന്നു. ഒരു പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഒരു എ ഗ്രേഡ് എന്ന് പറഞ്ഞ് നമുക്കറിയാം, അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ സന്തോഷം നൽകുന്ന ഒരു ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടെ എന്റെ മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കും. താങ്ക് യു സോ മച്ച്. അതായത് ഈ മാഷിന് അധ്യാപകൻ എന്ന നിലയിൽ ഒരു സമ്മാനം അവർ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമ്മാനം കൊടുത്തോ? എന്താ സമ്മാനം പോലും നോക്കട്ടെ. ഓ, അപ്പൊ കൊള്ളാം. എന്റെ മക്കളും കൂടെയുള്ള ഫോട്ടോ, ഞാനും എന്റെ മക്കളും കൂടെയുള്ള ഫോട്ടോ ആണ്. വളരെ സന്തോഷം. ഒരു അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ആണ്. എന്തായാലും എനിക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാനും ഈ ഒരു കലോത്സവം ഓർത്തു വെക്കാൻ, എന്റെ മക്കളെ ഓർത്തു വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ്. എന്റെ മക്കൾക്ക് ഒരു ഗുരുനാഥന് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണത്. അതായത് ഇവര് ഈ ടീമും വിഷ്ണു കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് അല്ലേ? ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നോ? പ്ലാൻ ചെയ്ത് വെച്ചിരുന്നല്ലേ? സർപ്രൈസ് ആയി പോയോ? സർപ്രൈസ് ആയി. വളരെ സന്തോഷമായി. എന്താ പറയാ, ഞാൻ വാക്കുകളില്ല, സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ വാക്കുകളില്ലാതാകുമ്പോ സംഗീതജ്ഞർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയട്ടെ? പാട്ട് പാടണം. തീർച്ചയായിട്ടും. അപ്പോ പാട്ട് പാടണം. ഓക്കെ, 4 വരി പാടാം. സംഗീതത്തെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ചുറ്റും കൂടിയ ആൾക്കാരൊക്കെ കൈയടിച്ചു. മാഷിന് ഇതിനുള്ള സർപ്രൈസും സമ്മാനമൊക്കെ എന്താ കൊടുക്കേണ്ടതല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, അപ്പൊ ഞങ്ങളും ഹാപ്പി. എന്നും മക്കൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. അവരിനി പോകുന്ന വേദികൾ മുഴുവൻ ഇതൊരു തുടക്കം മാത്രമായിട്ട് കണക്കാക്കിക്കൊണ്ട് നല്ലൊരു മക്കളെ കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യം. അതിൽ വളരെ ഭാഗ്യവാനാണ് ഞാൻ, തീർച്ചയായിട്ടും. അപ്പൊ എന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എന്റെ മക്കൾക്ക് വേണം. ഇനിയും ഒരുപാട് വേദികളിലേക്ക് എന്റെ കുട്ടികളെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അതോടൊപ്പം ന്യൂസ് 18 കൂടെ ഈ ഒരു അവസരത്തിൽ അകമഴിഞ്ഞ നന്ദി. നിങ്ങളോട് ഓരോരുത്തരുടെയും അകമഴിഞ്ഞ് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ കാണിക്കമാത സ്കൂളിന് എല്ലാവിധ ആശംസകളും കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനിയും വന്നം എല്ലാ കൊല്ലം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഈ കലോത്സവ വേദിയിലെ ചില കാഴ്ചകൾ ഒന്ന് മാത്രമാണിത്. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ഇനി ഒരു മിമിക്രി വേദിയിലേക്ക് പോവുകയാണ്. മിമിക്രി വേദിയിലേക്ക് നല്ല മിമിക്രി കലാകാരിയെ ഇങ്ങോട്ട് ഇങ്ങ് വാ. ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ മത്സരിച്ചതാണല്ലേ? പേരെന്താ? നിയ. പേടിക്കുന്നവണ്ട, ഇങ്ങ് പോരെ. നിയ ആദ്യമായിട്ടല്ലേ മിമിക്രി ട്രൈ ചെയ്യുന്നത്? ഞാൻ മൈക്ക് തരട്ടെ, കൈ പിടിക്കോ? ഓക്കെ.
അപ്പോ മിമിക്രി വേദിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? എങ്ങനെ മിമിക്രി ചെയ്യുമെന്ന് തോന്നി? അത് ഒരു ദിവസം ടീച്ചർ പറഞ്ഞു മിമിക്രിക്ക് പോകണം, എന്നെ കൊണ്ട് പറ്റുന്ന പറഞ്ഞ് നിർത്തിയതാണ്. അത് ഈ ശബ്ദം കേട്ടിട്ടായിരിക്കോ? ആ ആണോ? അതിന് മുമ്പ് ചെയ്തു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാനിങ്ങനെ ക്ലാസ്സിൽ വല്ലതും പറയുന്നത് ചെയ്ത് അപ്പൊ ടീച്ചർ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പറഞ്ഞിട്ട് സബ് ജില്ലക്ക് അയച്ചു. ആര്യ ടീച്ചർ എന്നാണ് പേര്. അങ്ങനെ അതയച്ചു. പിന്നെ എനിക്കൊരു മാഷ് വന്നു, ശ്രീവേഷ്കർ എന്ന് പറഞ്ഞ ഇരിട്ടിയിലുള്ള ഒരു മാഷ് വന്നു. മാഷ് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ജില്ലയെ കിട്ടി, സംസ്ഥാനത്തും കിട്ടി. GSS ചുണ്ടങ്ങാപ്പോയി. ഓക്കെ, കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അപ്പൊ കണ്ണൂരൊക്കെ ആവശ്യകരമായ പോരാട്ടത്തിലാണ് ഈ കപ്പലിന് വേണ്ടി. അപ്പൊ അതിന്റെ അകത്ത് താങ്കളുടെ വകയായിട്ട് ഒരു പോയിന്റ് അല്ലേ? ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പൊ ശരി, ഇന്നത്തെ സ്റ്റേജിൽ ഏറ്റവും കൈയടി കിട്ടിയ ഇവന്റ് ഏതായിരുന്നു? രാഷ്ട്രീയ നേതാക്കന്മാരെ ശബ്ദം എടുക്കുമായിരുന്നു കുറെ. ഞാൻ കേട്ടോട്ടെ. കൊള്ളാം. ഇനി വേറെന്തായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് മിമിക്രിയില്? പിന്നെ രാഷ്ട്രീയ ശബ്ദമാണ് 2024 കിടക്കുമ്പോ അന്ന് രാത്രി ഉണ്ടായ കുറച്ച് പൊട്ടാസിന്റെ അതുപോലത്തെ സംഭവങ്ങൾ. ഓക്കെ. അങ്ങനെ ലോകം 2024 കടന്നിരിക്കുന്നു. വെൽക്കം 2024. ഓക്കെ, കൊള്ളാം. കുറെ പടക്കങ്ങൾ പൊട്ടി ബും 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 അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഇവരൊക്കെ നോക്കാറുണ്ടോ മിമിക്രി അല്ലാതെ? ഡാൻസ് ചെയ്യോ? പക്ഷെ ഇപ്പൊ ഡാൻസ് കളിക്കാൻ മ്യൂസിക് ഇടാൻ പറ്റാത്ത അവസ്ഥയായി, അല്ലെങ്കിൽ ഡാൻസ് കളിപ്പിച്ചേനെ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ആശംസ കേട്ടോ. ഗംഭീരമായിട്ട് ഇനിയുള്ള കലോത്സവങ്ങളൊക്കെ മിമിക്രിയിൽ കരുത്തോടെ വരണം. എ ഗ്രേഡ് ഉണ്ട് മോൾക്ക്. അപ്പൊ എ ഗ്രേഡുമായിട്ട് ആദ്യമായി വേദിയിൽ എത്തിയതാണ്. എ ഗ്രേഡ് ആയിട്ട് തന്നെ ആദ്യമായിട്ട് വേദിയിൽ നിന്ന് കടന്നു പോവുകയും ചെയ്യണം. തിരികെ പോവുകയാണ് അല്ലേ? സന്തോഷമായില്ലേ? സന്തോഷമായി. ഓക്കെ, താങ്ക് യു. ശരി, അപ്പം ഇനി നമുക്ക് എന്താണ് എന്നോട് ഐശ്വര്യ വന്നേ. ഐശ്വര്യ, ഇനി എന്താ നമുക്കുള്ള പെർഫോമൻസ്? ഐശ്വര്യ ഇങ്ങനെയുണ്ടല്ലോ, കുട്ടികളെ ഇങ്ങനെ വിളിച്ച് അതെ നമുക്ക് ലൈവിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ്. അല്ല, നമ്മുടെ ദേശഭക്തി ഗാനം കൊല്ലത്തു നിന്നുള്ള ഒരു ടീമുണ്ട്. അപ്പൊ അവർക്ക് ന്യൂസ് 18ലൂടെ പ്രേക്ഷകരെ അവരുടെ പെർഫോമൻസ് കാണിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെയും കൂടി നമുക്ക് വിളിക്കാറുണ്ട്. കൊല്ലത്തു നിന്നുള്ള ടീം വാ ധൈര്യമായിട്ട് പോരെ, ഇങ്ങ് പോരെ. ടീച്ചറല്ലേ? ടീച്ചർ പറ എന്താണ്? ഞങ്ങൾ കൊല്ലം ജില്ലയിലെ വളരെ ഗ്രാമപ്രദേശമാണ് വെട്ടിക്കോല. അപ്പൊ അവിടെ നമുക്ക് സ്റ്റേറ്റിലൊരു പാർട്ടിസിപ്പേഷൻ തന്നെ വളരെ സന്തോഷമാണ്. അപ്പൊ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സ്കൂളിന്റെ പേര് GMHSS വെട്ടിക്കവല, കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ല. ആദ്യമായിട്ടാണോ നിങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്? ആദ്യമായിട്ടാണ്. റിസൾട്ട് വന്നിട്ട് എന്തായിരുന്നു ഫലം? ശരിടാ, എ ഗ്രേഡ് ഇല്ലാത്തവരാരും ഇല്ലല്ലോ. എത്ര ടീം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ മത്സരം എങ്ങനെ, സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വന്നപ്പോ ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് എ ഗ്രേഡ് അടിക്കുന്നു? അതെന്താ, ആതിഥേയരായതുകൊണ്ടാണോ? ആതിഥേയരായതുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസമാണോ? അങ്ങനെ പറ, ഉറപ്പിച്ചൊക്കെ പറഞ്ഞോ. സ്റ്റേറ്റ് വരെ എത്തിയത് ഞങ്ങൾ അത്രയും ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഷുവർ ആയിരുന്നു ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും. ശരി, അപ്പൊ ഞങ്ങൾ നോക്കട്ടെ എ ഗ്രേഡിനുള്ള പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കണ്ടു എന്നാലും പാടാം. ശരി, ഈ മൈക്ക് പിടിച്ചോ. ജനഗണമനയുടെ ധ്വനി ഉയരുമ്പോൾ ദേശഭക്തി ഉണരും.
ഭാരതനാട്. ജനഗണമനയുടെ ധ്വനി ഉയരുമ്പോൾ ദേശഭക്തി ഉണരും നാട് ഭാരതനാട്. നിതാന്ത സുന്ദര കാവ്യ മനോഹര ശീലുകളായി നാം ഇന്നും പാടുമി ഭാവഗീതം ഭാരതഗീതം ഭാരതഗീതം. ജയ 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 ഭാരതം ജയ 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 ഭാരതം ജയ 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 ഭാരതം ജയ 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 ഭാരതം. ഭാരതനാടിൻ മഹിമ കാക്കാം ഒരേ മനസ്സായി കൈകോർക്കാം. ഭാരതനാടിൻ മഹിമ കാക്കാം ഒരേ മനസ്സായി കൈകോർക്കാം. ദേശബോധം നമ്മൾ കേൾക്കാൻ ദേശബോധം നമ്മൾ കേൾക്കാൻ നമ്മെ നയിക്കുമി ഗീതം നിത്യഹരിതമാം ഗാനം. നമ്മെ നയിക്കുമി ഗീതം നിത്യഹരിതമാം ഗാനം. ജയ 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 ഭാരതം ജയ 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 ഭാരതം ജയ 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 ഭാരതം ജയ 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 ഭാരതം. ജനഗണമനയുടെ ധ്വനിയുടെ ദേശഭക്തിയുടെ ഭാരതനാട്. ജനഗണമനയുടെ ധ്വനിയുടെ ദേശഭക്തിയുടെ ഭാരതനാട്. നിതാന്ത സുന്ദര കാവ്യ മനോഹര ശീലുകളായി നാം പാടുമി ഭാവഗീതം ഭാരതഗീതം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും കൊല്ലം ജില്ലയിൽ നിന്ന് അഭിമാനമായിട്ട് നിന്നതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു കേട്ടോ. ഞാൻ ഈ ദേശഭക്തി ഗാനത്തിന്റെ വേദിയിലാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. ഈ ഒരു പുലിയെ കണ്ട ശേഷം ഇങ്ങനെ പുലികൾ ഇങ്ങനെ ഒന്നൊന്നായി വന്നോണ്ടിരിക്കും. ഒരു പുലിമട കയറിയ എഫക്റ്റ് ആണ്. അടുത്ത പുലികൾ വരൂ 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 വരൂ. എവിടെ നിന്നാണ്? ഏത് സ്കൂള്? കൊല്ലത്ത് തൊട്ടപ്പുറം തിരുവനന്തപുരം. ഓക്കെ, ഏത് സ്കൂൾ എന്ന് പറഞ്ഞേ? കോട്ടൺ ഹില്ല്. ആ ഓക്കെ, ഇതാ പിടി മൈക്ക്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയാലോ? പെട്ടെന്ന് തുടങ്ങാം. റെഡി? ഓക്കെ, ശരി, സ്റ്റാർട്ട്. സംസ്കൃതി പകർന്ന സുഹൃത ദർശനം അമരത്വമേകും അനഘധർമ്മ ശ്രീലകം പുണ്യപുരാതന വേദശാസ്ത്ര മന്ദിരം ഭാരതം ഭാരതം ഭാരതം. ഭാരതം ഇതു ഭാരതം സ്നേഹദായകം. ഭാരതം ഇതു ഭാരതം സ്നേഹദായകം. സജ്ജന പൂജിതം ഹൃദയദായകം ഹൃദയദായകം. സജ്ജന പൂജിതം ഹൃദയദായകം ഹരിതശോഭിതം ഈ മഹിയിൽ ഇത് നവ നവ ഭാവന ചിറകു വിടർത്തും താരകം ശുഭതാരകം. ഭാരതം ഇതു ഭാരതം സ്നേഹദായകം. ഭാരതം ഇതു ഭാരതം ഭാരതം ഇതു ഭാരതം. ആ ആ ആ ആ ഹിമശൈല ശൃംഗമെന്ന പോലെ തനുതളരാതുന്നത് ശീർഷരാ ഇളകും മലകട
മുഴുകിയ ഭൂമിയിൽ ജയ ജയ ഭാരതമെന്നു പാടി ചുടുതിട മുഴുകിയ ഭൂമിയിൽ വിജയ പതാക വീശി വീശിന വരവായി ഭാരത മക്കൾ വരവായി ഭാരത മക്കൾ ഭാരതം സ്നേഹദായകം. എന്നാലും ഈ കലോത്സവ വേദിയിലെ ഈ സംഗീതാത്മകമായിട്ടുള്ള ഒരു അരമണിക്കൂറാണ് നമ്മൾ കണ്ടത്. 12 മുതൽ ദേശഭക്തി ഗാനം, സംഘഗാനം, അങ്ങനെ ന്യൂസ് 18ന്റെ കലകലാരവും തീർത്തും സംഗീതാത്മകമായിരുന്നു. നമ്മൾ വീണ്ടും എത്താം. നാടകത്തിന്റെ വിശേഷങ്ങൾ, കൂത്ത്, തുള്ളൽ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇനിയുമുണ്ട്. അടുത്ത സമയം വീണ്ടും കാണാം. നമസ്കാരം. ചുടുചോലയണീച്ച ഭൂമിയിൽ ധർമ്മനീതി സാരമാർന്ന പ്രിയതരമൊരു ദേശഗീതം സത്യവചനമരുളു നിത്യഹിംസ ദുരിതമൊഴുകിയ നിശമഴലകളെ അകലയാക്കി പ്രിയതരമൊരു ദേശം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്. ഈ പരിപാടി എങ്ങനെയാണ്